നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇത് തിരുവനന്തപുരം നഗരത്തിലോ പത്തനംതിട്ട നഗരത്തിലോ അല്ല ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. നമ്മൾ സംഘടിപ്പിച്ചത് എവിടെയാണ്? പമ്പയിലാണ്. പമ്പയിൽ പരിമിതമായ സൗകര്യങ്ങളാണ്. ഒരു നല്ല ഷെഡില്ല, നല്ല താമസ സൗകര്യമില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ ധൂർത്തെന്ന് പറയുന്നത് സത്യത്തിൽ അവിടെ സമ്മേളനത്തിനൊരു വലിയ പന്തൽ നമ്മൾ കെട്ടി, ആഹാരം കഴിക്കുവാൻ വേണ്ടി ഒരു വലിയ പന്തൽ കെട്ടി. കാരണം വേറെ ഒന്നും ഇല്ല അവിടെ. പിന്നെ 2 സെമിനാറുകൾക്ക് വേണ്ടി പന്തലുകൾ കെട്ടി. ഈ പന്തലുകൾ നമുക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് സത്യത്തിൽ 3.5 കോടി രൂപ നമുക്ക് ചിലവായത്. അതുമാത്രമേ ഉള്ളൂ. അതല്ലാതെ ബാക്കിയുള്ള ഭക്ഷണത്തിനൊക്കെ അതൊക്കെ നോർമലായിട്ടുള്ള ചിലവുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഉള്ള ചിലവെന്ന് പറയുന്നത്. പക്ഷേ പ്രചരിപ്പിക്കുന്നത് എന്താ? മുഖ്യമന്ത്രിക്ക് വേണ്ടി 1.5 ലക്ഷം രൂപയുടെ കട്ടിൽ വാങ്ങി. എന്തൊരു പ്രചരണമാണ്! ഫർണിച്ചർ, ഓഫീസ് കോംപ്ലക്സിന് വേണ്ടി ഫർണിച്ചറും ഒക്കെ വാങ്ങിയതിൻ്റെ ഒരു ചിലവാണ് 3,83,00,000 നിലയ്ക്കൽ. പ്രശാന്ത്, ഈ പർപ്പസ് പുള്ളി പറയുന്നത് മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് കിടക്കാൻ വേണ്ടി മാത്രം 1.5 ലക്ഷം രൂപയുടെ കട്ടിൽ വാങ്ങിയെന്നും പിന്നെ ആ കട്ടിൽ കണക്കിലില്ല എന്നുമാണ്. ഇപ്പോൾ അല്പം മുമ്പ് തന്നെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴി പ്രചരിപ്പിക്കുന്നതിലെല്ലാം വ്യക്തിപരമായി മുഖ്യമന്ത്രി ആക്രമിക്കുന്ന തരത്തിൽ ഇത് ട്രോളായി പരമാവധി പ്രചരിപ്പിക്കാനുള്ള ശ്രമവും അവർ നടത്തുന്നുണ്ട്. അതിലാണ് വ്യക്തത വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ സ്വാഭാവികമായും ഇലക്ഷൻ ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിമിത്തമാണ് ഈ പ്രചരണങ്ങളൊക്കെ നടത്തുന്നത്. 3,83,000 രൂപ ഓഫീസ് കോംപ്ലക്സിനും മരാമത്ത് ബിൽഡിങ്ങിനും വേണ്ടി ഫർണിച്ചർ വാങ്ങിയതാണ്. ഞാൻ ചോദിക്കുന്നു, ഈ വിജയൻ അസോസിയേറ്റ്സ് കൊടുത്ത റിപ്പോർട്ടിലോ അല്ലെങ്കിൽ വിജയൻ അസോസിയേറ്റ്സിൻ്റെ റിപ്പോർട്ട് ദേവസ്വം ബോർഡ് കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറി, ഇനി സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിലേക്ക് കൈമാറിയതിലോ ഏതെങ്കിലും ഒരു വാക്ക്, ഒരു വരി മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങിയതിന് വേണ്ടി 1.5 ലക്ഷം രൂപ ചിലവായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പണി ഇവിടെ നിർത്തും. അങ്ങനെ ഒരു വാക്ക് പോലുമില്ല. അപ്പോൾ ഫർണിച്ചർ വാങ്ങി, ഓഫീസ് കോംപ്ലക്സിന് വേണ്ടി ഫർണിച്ചർ വാങ്ങി, ഗസ്റ്റ് ഹൗസിന് വേണ്ടി ഫർണിച്ചർ വാങ്ങി എന്ന വാക്കിനെ ഘടകവിരുദ്ധമായി, സദ്യവിരുദ്ധമായി, വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. 1.5 ലക്ഷം രൂപ മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങി എന്നുള്ളത്. അത് മാത്രമല്ല, കിടക്കകൾ വാങ്ങി ശരിയാണ്. കാരണം പിന്നെ അവിടെ പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ. 100 ദേവസ്വം ഉദ്യോഗസ്ഥർ അവിടെ 2-3 ദിവസം കിടക്കേണ്ടി വന്നു. പോലീസ് ഉദ്യോഗസ്ഥർ നിലയ്ക്കലും പമ്പയിലുമായി കിടക്കേണ്ടി വന്നു. ഒരു 100 കിടക്കകൾ വാങ്ങേണ്ടി വന്നു. കാരണം അവർക്ക് പരിമിതമായ സൗകര്യമല്ലേ ഉള്ളൂ. ഇപ്പോൾ മാധ്യമപ്രവർത്തകരൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം. അപ്പോൾ പരിമിതമായ സൗകര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നെസസിറ്റി എന്നുള്ള ലെവലിലാണ് നമ്മളിതൊക്കെ വാങ്ങിയിരിക്കുന്നത്. എന്നിട്ടും ഇത്രയൊക്കെ വാങ്ങിയിട്ടും 3,83,000 രൂപ ചിലവായിട്ടുള്ളൂ. അതെല്ലാം തന്നെ ദേവസ്വം ബോർഡിൻ്റെ സ്വത്തായി മാറിയിരിക്കുകയാണ്. നമ്മുടെ രജിസ്റ്ററിൽ കൃത്യമായി എന്തൊക്കെ വാങ്ങി, ഏതൊക്കെ വാങ്ങി, ഇപ്പോൾ അവിടെ എന്തൊക്കെയുണ്ട് എന്ന് കൃത്യമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് കിടക്കാൻ വേണ്ടി മാത്രം 1.5 ലക്ഷം രൂപ ചിലവാക്കി അത് മുഖ്യമന്ത്രി എടുത്തുകൊണ്ട് പോയി എന്നുള്ള മട്ടിലാണ് ഇവിടെ വ്യാപകമായ പ്രചരണം നടക്കുന്നത്. ഇതൊക്കെ തെറ്റാണ്.